വന്നതേ ഉള്ളേ. ജലദോഷമാണ്. ജലദോഷവും ദേഹത്തെല്ലാം എന്തോ ഭയങ്കര ക്ഷീണവും തുമ്മല് ആകെപ്പാടെ അസ്വസ്ഥതകളാണ്. പനിക്കാണ്. എനിക്കിത് ഒരു എന്താ പറയുന്നത്, അലർജിയുടെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ജലദോഷമൊന്നും വരാറില്ല. പനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജലദോഷം വരുന്നത്. ഇന്നലെ തൊട്ടൊരു ചെറിയൊരു മൂക്കൊലിപ്പും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് ഇങ്ങനായി. ഭയങ്കര ക്ഷീണമുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് ജാനിക്കുട്ടിയോടൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഇന്ന് അധികം പാഴ്സലും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വണ്ടിയിലില്ലായിരുന്നു. അതുകൊണ്ട് പച്ചക്കറി മേടിച്ചുകൊണ്ട് പോകുന്നത് സവാളയും തക്കാളി പിന്നെന്താണ് ഇഞ്ചി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. ഇനി പോരുന്നു. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ഇനി പോയി വിളിക്കണം. അപ്പം ഞാൻ എന്താ പറയുന്നത്, ചോറ് ഇരിപ്പുണ്ട്, കറികളൊന്നുമില്ല, മീൻ മറക്കാൻ ഇരിപ്പുണ്ട്, പക്ഷെ ഒഴിച്ചു കൂട്ടാനൊന്നുമില്ല. പക്ഷെ എനിക്കിന്നൊന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു ചെറിയ പാഴ്സലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കുറച്ചൊരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വിളിക്കാനുണ്ട്, വീഡിയോ കോൾ ചെയ്യാനുണ്ട്. പിന്നെ അതൊക്കെ ഇന്നത്തെ ചെയ്യേണ്ട ജോലികളാണ്. അതുകൊണ്ട് എനിക്കിന്നൊന്നും വയ്യാത്തത് കൊണ്ട് ഞാൻ പാചകമൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാൻ വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വയ്യ. അപ്പം ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി എല്ലാ പച്ചക്കറികളെല്ലാം കഴുകിയൊക്കെ എടുത്ത് വെച്ച് കുളിച്ച് ഒരു മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. ഉള്ളതൊക്കെ കൂട്ടി രാത്രി അത്താഴം കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഞാൻ പോയി എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കട്ടെ. ഓക്കെ. നമുക്ക് ആ നെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അവിടെ ലൈറ്റ് ഇല്ല. മൊത്തം ക്ലോസ് ചെയ്തപ്പോൾ നല്ല ഇരുട്ടായി. ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ബൾബ് ഉണ്ടായിരുന്നു, അത് വെട്ടം പോരാ. അപ്പോൾ ഒരു ട്യൂബ് സെറ്റ് ചെയ്യാൻ ഞാൻ ശ്രീജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമായിരിക്കും, സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് സെറ്റ് ചെയ്യാൻ വരുമായിരിക്കും. അപ്പം ഇനി എത്രയും പെട്ടെന്ന് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത്, പടിഞ്ഞാലും ഇല്ലേലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് അയവള്ളിയെല്ലാം അഴിച്ചു കളഞ്ഞുകൊണ്ട് തുണി കഴുകാൻ കുറേ ഉണ്ട്. ഒന്ന് കിടക്കണമെന്നുണ്ട്. ഇന്ന് മൊത്തം എനിക്ക് പകലെല്ലാം കിടക്കണമെന്ന് തോന്നുമായിരുന്നു. കിടന്നില്ല. ഇനി ഇന്ന് ഇച്ചിരി നേരത്തെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നറിയത്തില്ല, ഓരോരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറികളൊക്കെ ഞാൻ വെള്ളത്തിലോട്ട് വെച്ച് കഴുകാൻ വേണ്ടിയിട്ട്, അന്നേരമാണ് ശ്രീജിത്തും ശിവയും കൂടി വന്നത്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത ഏരിയയുടെ അവിടെ ഒരു ട്യൂബ് സെറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒരു ബൾബ് കിടപ്പുണ്ടായിരുന്നു, അത് നമുക്ക് വെളിയിലോട്ട് എക്സ്റ്റൻഷൻ ഇറക്കിയെടുത്തോട്ട് ബൾബ് ഇടണം. ഇത് രണ്ടുമാണ് വർക്ക്. വെളിയിൽ ആരോടും ഞാൻ വിളിക്കാനും പറയാനും ഒന്നും പോയില്ല ജോലിക്ക്. നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഇറക്കുന്ന കാര്യം ഞാൻ ശ്രീജിത്തിനോട് പറഞ്ഞാണ് ചെയ്യിച്ചത്. ശ്രീജിത്താണ് ആൾക്കാരെ ഏർപ്പാട് ചെയ്തതും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നതുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ട്യൂബ് സെറ്റ് ചെയ്യാൻ ശ്രീജിത്തിനെ അറിയാവുന്ന പോലെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അതിനി എനിക്ക് ആരെയും വിളിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ വേറെ എവിടെങ്ങാണ്ട് ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്ന് ട്യൂബൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശിവയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. മുത്തിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വലിയ പാടൊന്നും എനിക്ക് പെടണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് ഈ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോഴൊക്കെ ഉള്ളതെല്ലാം ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷേ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒന്നും പേര് പറഞ്ഞപ്പോഴും എനിക്കറിയത്തില്ല. അപ്പം അവരെന്താണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ എവിടെ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വയ്യാഞ്ഞോണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മോനുകുട്ടനെ ട്യൂഷനിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോരണേന്ന്. അവനെ ഇങ്ങ് കൊണ്ടുവന്നായിരുന്നേ. വർഷങ്ങൾക്ക് ശേഷം കാപ്പി കുടിക്കട്ടെ, കട്ടൻ കാപ്പി. എന്റെ പേര് മോന്, എന്റെ പേര് ശിവ. ശ്രീതു അവനോട് പറയാൻ പോയി ഓഫ് ചെയ്യാൻ. ചെല്ലേ.
രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ലൈറ്റ് ഇടുവാണ്. സ്വിച്ച് അടിച്ചു പോയി. എന്നോട് ചോദിക്കുന്നു എന്തുവാ ചെയ്യേണ്ടിയെന്ന്. എന്നോട് ചോദിക്കുന്നു ഇനി എന്തുവാ ചെയ്യേണ്ടിയത്. ഒന്നും കാണില്ല. ഒന്നും ചെയ്തിങ്ങനെ പേടിയുണ്ട്. ഹെൽപ്പർ പോരാ, അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഇവരൊക്കെ വായി നോക്കി സമയത്ത് വല്ല ഇലക്ട്രീഷ്യൻ ഞാന് എനിക്കൊരു ലൈറ്റ് ഇടാൻ പറഞ്ഞതിന് എന്നോട് പറഞ്ഞു എന്തുവാ ചേച്ചി ഞാന് വയറിങ് അല്ല എന്റെ പണി, എനിക്ക് എന്തോ തടിപ്പണി എന്നെ കൊണ്ട് ഇതൊക്കെ ആശാരിപ്പണിയാ എന്റെ ജോലി, വയറിങ് അല്ല. ഞാൻ പറഞ്ഞ ആ ബുദ്ധി വെച്ച് ഒരു ലൈറ്റ് സെറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ലൈറ്റ് കത്തി കഴിയുമ്പോ ഞാൻ കാണിക്കാം. അടുക്കള അവിടുത്തെ മുറിക്കകത്ത ലൈറ്റ് ഓഫാ. നോക്കണം. ശിവയുടെ ബെന്യൻ കത്തുന്ന മറിക്ക് നോക്കട്ടെ ഇരുട്ടത്ത്. പോയി നോക്ക് കത്തുന്നോന്ന്. ആ നോട്ട കത്തി. കൈമാറ്റിക്ക് കത്തുന്നുണ്ട്. ആ കൊള്ളാം കേട്ടോ. പക്ഷെ ആ പടം വേണ്ടായിരുന്നു. ഇതുകൊണ്ട മനുഷ്യൻ പേടിച്ച് പണ്ടാരടങ്ങി ചാപ്പോ. അതാ പറഞ്ഞ്. കണ്ടോ മതിയായോ? അത് കത്തിയോ? പിന്നെ ആ കണ്ടോ ഞങ്ങളുടെ ലൈറ്റ് കത്തിയിരിക്കുന്നു. ഇതിനകത്ത് അതിനകത്ത് ഇത് കുത്തിയാ മതി, ഫോണിന്റെ ചാർജ് കുത്തിയാ മതി. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ നിങ്ങൾ പിന്നല്ലാതെ നിങ്ങൾ വെട്ടം കണ്ടു പൊക്കോട്ടെന്ന് ഓർത്തതാ. ബാ ഞാൻ ഇവിടെ നിപ്പുണ്ട്. അയ്യോ പിന്നെന്തിനാ റോഡിൽ കയറിയത്? അവര് വന്നപ്പോ തൊട്ട് അവരോട് പറയാം കഴിച്ചിട്ട് പോയാൽ മതി എന്നിട്ട് ഇറങ്ങിയപ്പോ അവരുടെ പുറകെ പോയതാ കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞു. 9:30 ഇങ്ങോട്ട് വാ. യോ ഇപ്പൊ വീണേനെ കേട്ടോ. ചൂടാക്കി വെള്ളം പകുതിയായി. ഇനിയെങ്കിലും ഞാൻ പോയി ഒന്ന് കുളിക്കാം. ഇന്ന് നേരത്തെ കിടക്കണമെന്ന് വിചാരിച്ച 9:45. ഇനി ചോറിണ്ടിട്ട് വായിക്ക് ചെയ്യാനുള്ളത് വായിക്ക് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. അപ്പം നേരത്തെ കിടക്കുമല്ലോ. പണി നമുക്കവിടെ ലൈറ്റ് ഇടുന്നിടത്ത് വെട്ടമില്ലല്ലോ. ഇവിടെ എമർജൻസി ഒന്നും കത്തുന്നില്ല.
ഫോണിൻ്റെ ഒക്കെ വെട്ടത്തിൽ അതെല്ലാം സെറ്റ് ചെയ്ത് താമസമായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയ സ്വിച്ച് കൊടുക്കണം, കുറച്ച് പാടുള്ള പണിയായിരുന്നു. അപ്പോൾ അവർ 9:30 പോയപ്പോഴേ ഇനിയിപ്പം ഞാൻ ചോറിനാൻ പോകും. മീനൊക്കെ വറുത്തതിൻ്റെ ഇടയ്ക്ക് കൂട്ടാനൊന്നുമില്ല, ചമ്മന്തി മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ ഇന്ന് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ കിടക്കണം, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടക്കണമെന്നോർത്തായിരുന്നു ഇന്ന് വന്ന്. അപ്പം പിന്നെ ഇത് ഇങ്ങനെ ഓരോ 8 മണിക്ക് കിടക്കാൻ കുറച്ച്. അപ്പൊ നമുക്ക് ഇച്ചിരി ചോറും വെച്ച് എൻ്റെ ജോലി കുറച്ചേ ഉള്ളൂ പാക്ക് ചെയ്യാൻ ഇന്ന്, അതൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാം. പിന്നെ നാളെ കൊണ്ട് മിക്കവാറും വെളിയിലത്തെ ഗ്രില്ലിൻ്റെ പരിപാടിയൊക്കെ കഴിയുമെന്ന് ശ്രീത്ത് പറയുന്നു. തീർന്നാൽ പിന്നെ നമുക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, വീടിനകം മുഴുവൻ ക്ലീൻ ചെയ്യാനുണ്ട്. പൊടി അഴുക്കുവാണ്. പിന്നെ നമ്മൾ ആ ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തില്ല, ആ ഗ്രില്ലിലെല്ലാം ചിലന്തി വല, അതെല്ലാം ക്ലീൻ ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞൊരാളെ നിർത്തണം. അങ്ങനെയൊക്കെ 100 കൂട്ടം കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ കിടക്കുവാണ്. എനിക്കത് പനി കൊണ്ട് നാളെ ഞാൻ എഴുന്നേക്കുമെന്ന് എനിക്കറിയത്തില്ല. തല കുളിച്ചത് എനിക്ക് ഒട്ടും അങ്ങ് വയ്യായിരുന്നു കേട്ടോ, പൊടി അഴുക്ക് അടിച്ചപ്പോഴത്തേക്കേ അതാണ് ഞാൻ തല കുളിച്ചത്. ഇപ്പം കെട്ടഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി ഉണങ്ങും. അധികം മുടി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുടി ഉണങ്ങും. അതൊക്കെ കഴിഞ്ഞാൽ കിടക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഇച്ചിരി ജോലിയൊക്കെ ഉണ്ടേ. നമുക്ക് ചോറുണ്ണാം. വാ ചോറുണ്ണാം, വാ മോനിക്കുട്ട ചോറുണ്ണാം. രാവിലെ മോനിക്കുട്ടന് ചോറ് വേണമെന്ന് പറഞ്ഞ് പൊതി കെട്ടി കൊടുത്ത് വിടണമെന്ന് പറഞ്ഞു. അപ്പൊ പൊതി കെട്ടി ഇച്ചിരി ചമ്മന്തി അരച്ച ആ ചമ്മന്തി ചെയ്തേ. കഴിഞ്ഞ ദിവസം രാവിലെ ഭയങ്കര വഴക്ക്, ചമ്മന്തിക്കകത്ത് മഞ്ഞപ്പൊടി ഇടണമെന്നും പറഞ്ഞു. നമ്മയ്ക്കൊന്നും അറിയത്തില്ലെന്നൊരു ഭയങ്കര വേണം. സ്കൂളിൽ കൊണ്ടുപോകാനാണ്, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനാണ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അരച്ചു കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൂടെ ഭയങ്കര വേണം, മഞ്ഞപ്പൊടി ഇട്ടില്ലെന്ന്. മഞ്ഞപ്പൊടി ഇട്ട്, തേങ്ങ ഇട്ട്, ഇഞ്ചി ഇട്ട്. മീൻ വറുത്തത് വേണോ? എനിക്ക് ഇത്രയും ചമ്മന്തി തന്നുള്ളൂ, കുറച്ചേ ഉള്ളായിരുന്നു. എനിക്ക് ചോറുണ്ണണമെന്നില്ല, കാരണം വായിക്കൊരു രുചിയില്ല കേട്ടോ. ഗുളിക കഴിക്കാനുണ്ട്, ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് മാത്രം. അവൻ്റെ വീട്ടിലിരിക്കാം, വാ. തിണ്ണയ്ക്ക് ഫാൻ ഇട്ട് അവിടെ ഇരിക്കാം, വാ. മീൻ വറുത്തത് ഒരെണ്ണം എടുത്തു, ചമ്മന്തി, അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അത്താഴം. ഇതാണ് ചമ്മന്തിപ്പൊടി തീർന്നല്ലേ? ഉണ്ടോ? ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ട്, അതുകൂടെ എടുത്തേ. കഴിക്കാം, നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ പോവാണ്. പനി കൊണ്ട് വയ്യ. നാളെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, അത്രയും വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ദൈവം അതിന് ഇടയാക്കട്ടെ. നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.